ഹലോ ഹായ് എല്ലാവർക്കും റെഡ് ക്യാപ്സിക്കം ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ്. പാവയ്ക്ക കൊണ്ടൊരു അച്ചാറാണ് ഇന്നത്തെ വിഭവം. അപ്പം ധാരാളം പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് പാവയ്ക്ക. വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ് പാവയ്ക്ക എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ വൈറ്റമിൻ എയും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ പാവയ്ക്ക കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഹെൽത്തി റെസിപ്പിയുടെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന 2 പാവയ്ക്കയാണ്. നന്നായി കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 10-15 അല്ലി വെളുത്തുള്ളി കൂടി എടുക്കാം. ഒരു 4 പച്ചമുളക് കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടിയും 1/4 ടേബിൾ സ്പൂണോളം ഉലുവപ്പൊടിയുമാണ്. പിന്നെ നമുക്കൊരു 2-3 തണ്ട് കറിവേപ്പില കൂടി എടുക്കാം. ഇനി ഇത് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് ഗ്യാസിലേക്ക് നമുക്കൊരു പാൻ വെക്കാം. അതിലേക്ക് പാൻ ചൂടാകുമ്പോഴേക്കും കുറച്ച് നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് കൂടിയിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലപോലെ പൊട്ടിക്കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി നല്ലപോലെ വഴന്നു കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളക് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ എല്ലാം ഒന്ന് പച്ചമണം മാറുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്ക കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പാവയ്ക്ക നല്ലപോലെ നമുക്ക് വഴണ്ട് കിട്ടണം. അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് വഴണ്ട് കിട്ടുന്നതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക നല്ലപോലെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നമ്മുടെ കായപ്പൊടിയും അതുപോലെ തന്നെ ഉലുവാപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. പാവയ്ക്ക ആയതുകൊണ്ട് തന്നെ ഇതിന് പുളിരസം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുന്നത് നല്ലതായിരിക്കും. രുചി നല്ലതായിരിക്കും. അതിന് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ടുള്ള നമ്മുടെ പാവയ്ക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അതുമാത്രമല്ല, ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയെ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.